കയറ്റത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. 6-ാം തീയതി വ്യാഴാഴ്ച ഏറുമാടത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ആദ്യ വീഡിയോ. രാവിലെ തന്നെ നല്ല മഴയാണ്. നല്ല കിടിലൻ മഴ തന്നെയാണ്, ഒരു രക്ഷയില്ല. വെള്ളം ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുക. കുറഞ്ഞ രീതിയിലാണെങ്കിലും വെള്ളം കയറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നല്ല കാറ്റും അടിക്കുന്നുണ്ട്. സംഭവം പൊളി വൈബ് തന്നെയാണ്. ഏറുമാടത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ മഴ ആസ്വദിക്കാൻ വൈബ് തന്നെയാണ്. പക്ഷെ വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടം മനസ്സിലുണ്ട്. നമ്മൾ അന്നുണ്ടാക്കിയ തണ്ടാടി വലയിൽ 4 കിടിലൻ നല്ല സൈസുള്ള 4 മീൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുശാലാണ്. പുഴമീൻ കറിയും ചോറും അടിപൊളി. അത് കഴിഞ്ഞ് ഞാൻ തോണിയൊക്കെ എടുത്തിട്ട് കുറ്റിക്കടവിലേക്കാണ് പോയത്. പാലത്തിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിലെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. കുറേ നേരം അവിടെ ഇരുന്നു. നമ്മുടേത് ചെറിയ പാലാണ്. കൈവരിയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. നിർത്താത്ത മഴയാണ്. കുറേ നേരമായി ഈ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. വെള്ളം കയറ്റം തന്നെയാണ്. ആളുകൾ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി. കുറ്റിക്കടവ് വളപ്പിലുള്ള ചെറിയ ബിൽഡിങ്ങിലുള്ള സാധനങ്ങളൊക്കെ കരക്കേക്ക് മാറ്റി തുടങ്ങി. കന്നുകാലികളെ അതേപോലെ ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി കെട്ടിത്തുടങ്ങി. ചെറുപ്പ കുറ്റിക്കടവ് റോഡാണ്. JCB ആണ് പോകുന്നത്. റിസ്കിലാണ്. ചെറുപ്പ അക്കരയ്ക്ക് കിടക്കാനുള്ള ശ്രമമാണ്. നാസർക്ക മീൻ പിടിക്കുകയാണ്. റോഡുമേൽ തന്നെയാണ് വല ഇടുന്നതെന്നാക്കി തോന്നുന്നത്. കുറ്റിക്കടവ് മുഹമ്മദ് ഖാൻ്റെ കടയാണ്. കഴിഞ്ഞ വർഷം ഫുള്ള് വെള്ളത്തിലായതാണ്. ഈ വർഷം നേരത്തെ തന്നെ കട കാലിയാക്കി തുടങ്ങി. ആളുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ. എല്ലാ വർഷവും വെള്ളം കയറുന്നതാണ്. അതിനിടെയാണ് നിയാസിൻ്റെ ഒരു കുതിര റൈഡ്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നുള്ളൊരു പഴഞ്ചൊല്ലല്ലേ, അത് സത്യമാട്ടോ. ഇത് കുറ്റിക്കടവെന്ന് ഓടി വന്ന് വെള്ളം കണ്ടപ്പോൾ സ്റ്റക്കായി അവിടെ നിന്നതാ. തിരിച്ചു പോവാണ്. ഏറുമാടത്തിൻ്റെ അടിയിലൊക്കെ വെള്ളം കയറിയിട്ടോ. ഈ ലെവലിലായി വെള്ളം. കോണിയൊക്കെ മുങ്ങിത്തുടങ്ങി. ഇനി ഏറുമാടത്ത് കയറണമെങ്കിൽ നീന്തി കയറണം. ഞാനും സെയിനും കൂടി പാലത്തിൻ്റെ അടുത്തേക്ക് പോയി തോണിയായിട്ട്. പാലത്തിൻ്റെ ആ ലെവലിലായിട്ടുണ്ട് വെള്ളം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ പ്ലാസ്റ്റിക് പെറുക്കി. പിന്നെ തേങ്ങ പെറുക്കുന്നവരുണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിൽ. അവർക്ക് കുറച്ച് തേങ്ങ പെറുക്കി കൊടുത്തു. ക്രാഫ്റ്റിങ്ങിനുള്ള പൊട്ടുന്ന സൈസ് കുപ്പി ഉണ്ടായിരുന്നു, അതെടുത്തു. ക്രാഫ്റ്റിങ്ങിന് പറ്റിയ മുളകൾ ഉണ്ടായിരുന്നു, അതെടുത്ത് തോണിയിലേക്ക് ഇട്ടു. കുറച്ച് സംഭവങ്ങളൊക്കെ ശേഖരിച്ചു. ഈ തേക്കുമ്പോ കെട്ടിക്കടാ.
നിർത്താതെ നല്ല മഴ, നല്ല കാറ്റും മഴയാണ്. വെള്ളം ഇനിയും കയറും തന്നെയാണ് നിഗമനം. എവിടെയൊക്കെ ഉരുള് പൊട്ടിയിട്ടുണ്ട്, എല്ലാ വെള്ളം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. വാർത്തകളും അങ്ങനെ തന്നെ. തോണി, നമ്മളുടെ തോണിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ തലേ ദിവസം പുഴയിലേക്ക് ഇറക്കിയ തോണിയാണിത്. പരല് തണ്ടാടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയ പരല് കുഞ്ഞുങ്ങളെ പെറുക്കിയിട്ട് പൊരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ്. വെള്ളം പിന്നെയും കൂടി. ഇത് വെള്ളിയാഴ്ച രാവിലെയാണിത്. വെള്ളം ഈ രീതിയിൽ കൂടിയിട്ടുണ്ട്. നമ്മളെ മീനിൻ്റെ കുളം ഉണ്ടായിന്, അതിലിപ്പോൾ മീനുകൾ വെള്ളം കയറിക്കഴിഞ്ഞാൽ എല്ലാം പോവുമല്ലോ. അതൊന്ന് കരക്കെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. മഴ പെയ്ത് വെള്ളം കൂടി ടാങ്കിൽ. നമ്മൾ മോട്ടർ അടിച്ച് പറ്റിക്കാനുള്ള ശ്രമമായിന്, പക്ഷേ പെട്ടെന്ന് കറണ്ട് പോയപ്പം വെള്ളം മുഴുവൻ കാലിയാവാത്ത അവസ്ഥ വന്നു. അപ്പോൾ വല വെച്ച് അരിച്ച് പിടിച്ചതാണ്. എന്നിട്ട് വലിയ റമ്മിലേക്ക് ഇട്ടു. കുറേയൊക്കെ വിറ്റ് സെയിലാക്കി, കുറച്ച് മുകളിലേക്ക് കയറ്റി. ഈ ഒരു വലിയ പോണ്ടിൽ ഞങ്ങൾ തിലോപ്പിയ, നട്ടർ, അതേപോലെ കുറച്ച് കളർ മീൻ കുട്ടികൾ, കാർപ്പും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പാലത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു വെള്ളിയാഴ്ച കുറ്റിക്കടവ് പാലത്തിൻ്റെ വെള്ളത്തിൻ്റെ പൊസിഷൻ. അങ്ങനെ മുസാഫിർ വീണ്ടും മുറ്റത്തെത്തി, ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ. അതാണ് അവസ്ഥ. ഇത് ശനിയാഴ്ച രാവിലത്തെ അവസ്ഥയാണിത്. വെള്ളം, രാവിലത്തെ ഭക്ഷണം അടുത്ത വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ് വൈഫ്. ഏറുമാടത്തിൻ്റെ അടിയിലൊക്കെ ഏകദേശം ഈ ഒരു അവസ്ഥയാണ്. ശനിയാഴ്ചത്തെ സ്ഥിതിയാണിത്. KPC അബ്ദുള്ളഖാൻ്റെ വീടാണിത്. KPC അബ്ദുള്ളഖാൻ്റെ കടയാണ്. നാട്ടിലെ എല്ലാ പ്രവർത്തകരും കൂടി അത് ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണിത്. ശനിയാഴ്ച ഖാദിർക്ക സജീവമായിട്ട് ഉണ്ടായിരുന്നു പാലത്തിൻ്റെ അടുത്ത്. അദ്ദേഹം പുഴയിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 8-9 മണിയാകുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിലെ അവസ്ഥ ഇതുണ്ട്. പാലത്തിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് അടിഞ്ഞു കൂടിയത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അവിടുന്ന് തോണിയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കിയിട്ടിട്ട് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യാണ് ചെയ്യുന്നത് അദ്ദേഹം. എന്നിട്ട് അവിടുന്ന് മറ്റൊരു ദിവസം അത് ഒന്നുകിൽ ആക്രിക്കാർക്ക് കൊടുക്കും. ആക്രിക്കാർക്ക് കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വരുമാനം കിട്ടുകയും ചെയ്യും. നമ്മളെ പുഴ വൃത്തിയാക്കാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അതിന് നമ്മളെ മുസാഫിറിൻ്റെ തോണിയും കൂടിയും ഹെൽപ്പ് ചെയ്തു കുറച്ച് സമയം. നല്ല മഴയാണ്, രക്ഷയില്ല. അജാതി മഴ. ശനിയാഴ്ചയാണ് ഇട്ടത്.
ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ടാവും. മഴയൊന്നും വകവെക്കാതെ മുസാഫിർ തോണിയും അതേപോലെ കാവറ്റിയും പ്ലാസ്റ്റിക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ സൈഡിൽ നിന്ന് തേങ്ങയും പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങളൊക്കെ ചാലിയാറിലേക്ക് പതിക്കാനുള്ളതാണ്. അതേപോലെ ചാലിയാറിൽ നിന്ന് കടലിലേക്കും. ഇതാണ് നമ്മുടെ നാടിൻ്റെയും പുഴയുടെയും അവസ്ഥ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിൽ നിക്ഷേപിക്കാതിരിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. താജ് സജീവമായിട്ടുണ്ട്. ശരിക്കും താജ് നിൽക്കുന്നതിൻ്റെ അടിയിൽ വെള്ളമാണ്. ചവിട്ടൊന്ന് പേച്ചാൽ വെള്ളത്തിലേക്കായിരിക്കും കാലുണ്ടാവുക. ഞാനും അതിൻ്റെ മുകളിൽ കയറി കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കിയിട്ട് കാതർക്കാരനെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് കറക്റ്റായിട്ട് നിൽക്കണം. വല്ല മുളൻ്റെ മുകളിലോ അങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത്. അവർ നിന്നോടത്തുനിന്ന് തിരിഞ്ഞും മറിഞ്ഞും എടുത്ത് സഹായിച്ചിട്ടുണ്ട്. എന്നെ പുറത്തേക്കുള്ള പരിപാടിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സോഷ്യൽ സർവീസ് ആയിരുന്നു പ്രധാനം. ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കി. സത്യം പറയാൻ മുസാഫിർ ഒരു ആശ്വാസമായി. വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിലായിരുന്നു വെള്ളമുള്ളത്. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ക്രാഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ പുഴയിൽ നിന്ന് പെറുക്കിയെടുത്ത കുപ്പികളാണിത്. ചാക്കിൽ കെട്ടി തോണിയിൽ കയറ്റി കൊണ്ടുവന്നതായിരുന്നു. വെള്ളം ഇറങ്ങിയതിന് ശേഷം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറക്കിയതാണ്. ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട്. മുൻ വർഷങ്ങളിലെ വെള്ളപ്പൊക്കത്തിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. 1994 ജൂൺ മാസം, 2007 ജൂലൈ, 2018 ഓഗസ്റ്റ്, 1962 ആഗസ്റ്റ് 2, 2019 ആഗസ്റ്റ് 9, 10, 11 തീയതികൾ. ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം വന്നത് 90 വർഷം മുമ്പ് 1924 ജൂലൈ 24 ഇത് വലിയ വെള്ളപ്പൊക്കങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തി. ഇതല്ലാതെ ചെറിയ വെള്ളപ്പൊക്കങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഈ ഏരിയയിലെ സാഹചര്യങ്ങളും അവസരങ്ങളും. ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഷാഫി. ആള് മാവൂരുകാരനാണ്. ശരിക്കും ഷാഫി ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. ഷാഫി ലോക്ക്ഡൌൺ സമയത്ത് തോണി ഉണ്ടാക്കി, ഏറുമാടം ഉണ്ടാക്കി. കാണുമ്പോൾ നമുക്ക് ഒന്ന് ആ നാട് വരെ പോയി വരാൻ തോന്നും. പക്ഷെ മാവൂരിരുന്നുകൊണ്ട് ഷാഫി ഉണ്ടാക്കിയ ആദ്യത്തെ തോണി അന്ന് ഷാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്റെ നാടിനും കൂടി വേണ്ടിയിട്ടുള്ള കരുതലാണ്. ഇപ്പോ മാവൂര് വീണ്ടും മഴ പെയ്ത് വെള്ളം ഇറങ്ങിയപ്പോ ഷാഫി തോണിയുമായി ഇറങ്ങിയിട്ടുണ്ട്. തോണിക്കൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ. ഷാഫി പരിചയപ്പെട്ടല്ലോ നമുക്ക്. കഴിഞ്ഞ 2 വർഷത്തെ പ്രളയത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ നിർമ്മിച്ച തോണിയാണല്ലോ നമ്മളെ ഈ മുസാഫിർ. നിങ്ങളെല്ലാവരും കണ്ടതുമാണ് കേട്ടതുമാണ്. അപ്പോൾ ഈ വർഷം
വലിയ തെറ്റില്ലാത്ത രീതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണെങ്കിലും വലിയ തെറ്റില്ലാത്ത രീതിയിൽ വെള്ളം വന്നു പോയി ഇറങ്ങിയ ഒരു സാഹചര്യമാണിത്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ പുഴ ഉള്ളത്, മുറ്റത്ത് നിന്ന് തന്നെ പറയാം, സൈഡിൽ. അപ്പം ഈ വർഷം ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ തോണി ഉണ്ടാക്കിയതിന് ശേഷം കുറ്റിക്കടവിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ തോണി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു പ്രചോദനമായി. പിന്നെ ഒരു വീട്ടിലൊരു തോണി എന്നുള്ള ആശയം നമ്മൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതിനെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് പേര് ഏറ്റുപിടിച്ച് തോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യങ്ങൾ കുറവാണ്, പബ്ലിക് സർവീസിനുള്ള ആവശ്യം കുറവാണ്. എല്ലാവരും അവരുടെ രക്ഷയ്ക്ക് തോണി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലതാണ്. ഷാഫിർ ഓടിയെത്തുന്നത് ആളുകളെ രക്ഷിക്കാനും സാധനങ്ങൾ എടുത്തു മാറ്റാനും മാത്രമല്ല കേട്ടോ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു പുതിയ സ്റ്റെപ്പ് കൂടി മുസാഫിറും ഷാഫിയും കൂടി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയിട്ട് പ്ലാസ്റ്റിക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഖാദർഖാനെ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പാലത്തിൻ്റെ കുറ്റിക്കടവ് പാലത്തിൻ്റെ മുകളിൽ തങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കി അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ യുവാക്കളായിട്ടുള്ള കുറേ ചെറുപ്പക്കാർ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തോന്നിയും അതിനൊരു കാരണമായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ഈ വർഷത്തെ വിശേഷങ്ങൾ. ഈ വർഷം മുസാഫിർ തുണയായിട്ടുണ്ടായത് കൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല, വീട്ടിൽ തന്നെ നിന്നു. എപ്പം വേണമെങ്കിലും കരക്കെത്താം എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു മുസാഫിർ നമ്മുടെ മുമ്പിലുണ്ടായപ്പോൾ. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് പേടിയില്ലാതെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ना घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना. ചിന്തിക്കുന്ന ഓരോരുത്തരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ എവിടെ തളരാനാണ്. സോ എ ഗ്രേറ്റ് ഹാറ്റ്സ് ഓഫ് ടു ഷാഫി ആൻഡ് കണ്ടുപിടിക്കാം നമുക്ക് ഷാഫി.